ഫോട്ടോ ചാനലിൻ്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ലെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഫോട്ടോകൾ എടുക്കുന്ന ഒരാളാക്കുന്ന നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിലെ നോളജ് പടിപടിയായി ഉയർത്തുന്ന എൻ്റെ മലയാളം ഫോട്ടോഗ്രാഫി ഫ്രീ കോഴ്സിൻ്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യാണ്. ആകെ 13 എപ്പിസോഡുകളിലൂടെയാണ് ഞാൻ ഈ ഒരു ബേസിക് ഫോട്ടോഗ്രാഫി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ എപ്പിസോഡ് കാണാത്ത ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഫോട്ടോ എഡിറ്റിങ്ങിനെ പറ്റിയിട്ട് പല തെറ്റിദ്ധാരണകളുണ്ട്, പ്രത്യേകിച്ച് തുടക്കക്കാർക്കിടയിൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. എൻ്റെ ക്ലാസ് കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ പഠിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാവരുതെന്നും മാത്രമല്ല നല്ല ടെക്നിക്കൽ നോളജ് കിട്ടണമെന്നും എനിക്ക് നിർബന്ധമുണ്ട്. എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും കേൾക്കുന്ന ചില കമൻറ്റുകളാണ് ഇത് ഫോട്ടോഷോപ്പാണോ ഇത് എഡിറ്റിംഗ് ആണോ എന്നൊക്കെ. ചില ആൾക്കാർ ഫോണിലെടുത്ത ഫോട്ടോകൾ അൺഎഡിറ്റഡ് എന്നോ അല്ലെങ്കിൽ നോ ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാറുണ്ട്. ഒരു എഡിറ്റും ചെയ്യാതെ നേരെ നല്ല ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരാണ് നല്ല ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് ചുരുക്കം ചില ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ഇത് ശരിക്കും തെറ്റിദ്ധാരണയാണോ? നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇനി അഥവാ ഫോട്ടോ എഡിറ്റ് ചെയ്താൽ നമ്മളൊരു മോശം ഫോട്ടോഗ്രാഫറായി പോവുമോ? അപ്പോൾ ഈ തെറ്റിദ്ധാരണകളൊക്കെ ശരിയായ ധാരണകളാക്കലാണ് ഈ എപ്പിസോഡിൻ്റെ ഉദ്ദേശം. ഞാൻ നമ്മുടെ 3ാമത്തെ എപ്പിസോഡിൽ പറഞ്ഞ ഒരു ലൈന് ഇവിടെ ആവർത്തിക്കാം. നിങ്ങൾ മൊബൈലിൽ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എടുത്തു കഴിയുമ്പോൾ ആ ഫോട്ടോയ്ക്ക് ചില മാറ്റങ്ങൾ വരുന്നത്. ചെറിയ എക്സ്പോഷർ അല്ലെങ്കിൽ വെളിച്ചത്തിലെ വ്യത്യാസം, അതുപോലെ തന്നെ കളറിലുള്ള വ്യത്യാസം, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് ഫോട്ടോ എടുത്തതിന് ശേഷം ആ ക്യാമറ ആ ഫോട്ടോ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്യുന്നതാണ്, അഥവാ ഒന്ന് സ്വയം എഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ 3rd എപ്പിസോഡിലെ ചെറിയൊരു കഷ്ണമാണ്. നമ്മൾ ഫോണിലും ക്യാമറയിലൊക്കെ എടുക്കുന്ന ഏതൊരു ഫോട്ടോയും ആ ഫോട്ടോ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ക്യാമറ തന്നെ അത് എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് തരുന്നത്. നമുക്ക് ക്യാമറയിൽ നിന്നും കിട്ടുന്ന റോ ഫയലാണ് ആ ഫോട്ടോയുടെ യഥാർത്ഥ അൺഎഡിറ്റഡ് വെർഷൻ. ഇനി നമ്മൾ ഫോട്ടോ എന്തിനാണ് എഡിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ക്യാമറ ഒരു ഡിജിറ്റൽ ഐ ആണെങ്കിലും നമ്മുടെ കണ്ണിൻ്റെ പല കഴിവുകളും ക്യാമറയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ക്യാമറ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന വിഷ്വൽസിൽ നിന്നും വ്യത്യാസമുള്ള ഫോട്ടോസാണ് പലപ്പോഴും ക്യാപ്ചർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ക്യാമറ ക്യാപ്ചർ ചെയ്ത ഈ ഫോട്ടോസ് നമ്മൾ ശരിക്കും കണ്ട ആ ഒരു കളറിലേക്കും വെളിച്ചത്തിലേക്കും മാറ്റാനും അല്ലെങ്കിൽ അതിലും കൂടുതൽ ഭംഗിയാക്കാൻ പറ്റുമെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇത് ഞാൻ വാരണാസിയിൽ വെച്ചിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. ഇതാണ് ഇതിൻ്റെ റോ. എന്നാൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട നിറങ്ങൾ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ക്യാമറ ക്യാപ്ചർ ചെയ്ത ഈ റോ ഫയലിനെ എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വൈറ്റ് ബാലൻസും എക്സ്പോഷർ കറക്ഷൻസും ചെയ്താണ് ഞാൻ ഈ ഒരു ഫൈനൽ ഫോട്ടോ ഔട്ട് എടുത്തത്. ഈ റോ ഫോർമാറ്റ് നമ്മുടെ പഴയ ക്യാമറയിലെ നെഗറ്റീവ് പോലെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പണ്ട് നമ്മൾ ഈ നെഗറ്റീവ് പ്രോസസ്സ് ചെയ്താണ് ഫൈനൽ ഫോട്ടോ അല്ലെങ്കിൽ പ്രിൻറ്റഡ് ഫോട്ടോ ആക്കിയിരുന്നത്. ഈ ഒരു പ്രോസസ്സിനെയും നമുക്ക് എഡിറ്റിംഗ് എന്ന് വിളിക്കാം. ഇപ്പം നമ്മൾ ഈ ഡിജിറ്റൽ നെഗറ്റീവ് പ്രോസസ്സ് ചെയ്തിട്ട് ഫൈനൽ JPG ഫോട്ടോ ആക്കുന്നു എന്ന് മാത്രം. അത്രയേ ഉള്ളൂ വ്യത്യാസം. പണ്ട് നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു, എന്നാൽ ഇന്ന് നമുക്ക് എഡിറ്റിങ്ങിന് പല സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ആർട്ട് ക്രിയേറ്റ് ചെയ്യാം. ഫോട്ടോഗ്രാഫി ഒരു സബ്ജക്റ്റീവ് ആർട്ടാണെന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി ഫോട്ടോയിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണോ? ശരിക്കും ഇങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല. ഇത് ഓരോ ഫോട്ടോയുടെ കാറ്റഗറിയെ അനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന ഫോട്ടോസ് ആ ഒരു ഓതൻറ്റിക് ഇൻഫർമേഷനെ നമ്മളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ ആണ്. ഇത്തരം ഫോട്ടോകളെ നമുക്ക് എഡിറ്റോറിയൽ ഫോട്ടോസ് എന്ന് വിളിക്കാം. അപ്പോൾ എഡിറ്റോറിയൽ ഫോട്ടോസ് ഓതൻറ്റിക് ആയിരിക്കണം. അതായത് ഇവയ്ക്ക് എക്സ്പോഷർ കറക്ഷനും വൈറ്റ് ബാലൻസ് കറക്ഷനും അപ്പുറം യാതൊരു മോഡിഫിക്കേഷനും ചെയ്യാൻ പാടില്ല. ഇനി വരുത്തിയാലും കുഴപ്പമൊന്നുമില്ല, അവ അതോടുകൂടി എഡിറ്റോറിയൽ ഫോട്ടോസ് അല്ലാതായി മാറും. പിന്നെ അത് ആ ഒരു ന്യൂസ് ആവശ്യത്തിന് ശരിക്കും പറ്റില്ല. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോയും എങ്ങനെയും എഡിറ്റ് ചെയ്ത് മാറ്റാം, പക്ഷേ എഡിറ്റ് ചെയ്യുന്നതിനോടൊപ്പം ആ ഫോട്ടോയുടെ കാറ്റഗറിയും മാറുമെന്ന് മാത്രം. ആവശ്യമായ എല്ലാ മാറ്റങ്ങളും വരുത്തി ഡിജിറ്റലി മോഡിഫൈ ചെയ്തിട്ട് ഫോട്ടോഗ്രാഫറുടെ മനസ്സിലുള്ള ആശയങ്ങളും ഐഡിയയും എല്ലാം തുറന്നു കാണിക്കുന്ന ഫോട്ടോകളെ നമുക്ക് ഫൈൻ ആർട്ട് ഫോട്ടോ എന്ന് വിളിക്കാം. ഇതുപോലെ കുറേ കാറ്റഗറികളുണ്ട് ഫോട്ടോഗ്രാഫിയിൽ. ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇത് ഞാൻ മൂന്നാറിൽ വെച്ചെടുത്തൊരു ഫോട്ടോയാണ്. എൻ്റെ ഒരു ഇമാജിനേഷൻ വച്ച് ഈ ഫോട്ടോയെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഈ സീന് നൈറ്റ് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ ഫോട്ടോ ഒരു ഫൈൻ ആർട്ട് ഫോട്ടോ കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ എഡിറ്റിങ്ങും ഡിജിറ്റലി മോഡിഫൈ ചെയ്യുന്നതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ നമുക്ക് വേണ്ട ഫോട്ടോയുടെ ആ ഒരു കാറ്റഗറി തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം എഡിറ്റിങ്ങുകൾ നടത്തുക. അപ്പോൾ അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് ഈ ഫോട്ടോ എഡിറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കണ്ട. അപ്പോൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു ചെറിയ ധാരണയെങ്കിലും കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഒരു ക്ലാസ്സിൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കമൻറ്റിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. യാതൊരു മടിയും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മാത്രമല്ല ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാവ് എ ക്രിയേറ്റീവ് ആൻഡ് വണ്ടർഫുൾ ഡേ. ആഷിഖ് അസീം signing out.